എല്ലാവർക്കും ജസ്നസ് കുക്ക് ബൈറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പിസ്സ സ്നാക്കാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. പിസ്സ ഫ്ലേവറിലുള്ള ബേക്ക്ഡ് ആയിട്ടുള്ളൊരു സ്നാക്കാണത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇത് നല്ല സോഫ്റ്റാണ്. നമ്മുടെ പിസ്സ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. പിന്നെ ഞാനിതിൽ മൈദയല്ല ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പിസ്സ സ്നാക്ക്. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് മൈദയിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ കുറച്ചും കൂടി ഹെൽത്തിയർ വേർഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്ത് വെക്കണം. 2 ടേബിൾ സ്പൂണോളം ആക്റ്റീവ് ഈസ്റ്റ് നമ്മൾ എടുത്തു വെക്കണം. അത് ആ വെള്ളത്തിലേക്ക് ആദ്യം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു സ്പൂൺ വെച്ചൊന്ന് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കാം. നമുക്ക് ഈ ഈസ്റ്റ് എല്ലാം ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഇതൊന്ന് അടച്ച് മൂടി വെക്കാം. ഈസ്റ്റൊക്കെ ആക്റ്റീവായിട്ടുണ്ട്. ഇനി നമ്മൾ ഈസ്റ്റ് കലക്കിയിട്ടുള്ള വെള്ളം ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കപ്പിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി നമ്മൾ എടുത്തു വെക്കണം. കാരണം നമുക്ക് ഇത്രയും വെള്ളം പോരാണ്ടാവും ഇത് കുഴയ്ക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആ കപ്പിൽ തന്നെ എടുത്ത് വെക്കുക. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ച് ഇതൊരു മാവ് പരുവത്തിലേക്ക് ആക്കിയിട്ട് എടുക്കണം. എല്ലാതും കൂടിയൊക്കെ ഒന്ന് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റിഫൈൻഡ് ഓയിൽ വേണം കേട്ടോ, വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത്. വേറെ സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഏതായാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഒന്നുകൂടി ഒന്ന് കുഴച്ച് മിക്സാക്കി. ഇനി ഞാനിത് കുഴയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ടേബിൾ ടോപ്പിലേക്കോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്കോ മാറ്റാം. കാരണം അവിടെ ഇട്ട് കുഴയ്ക്കാനാണ് കുറച്ചും കൂടി നമുക്ക് എളുപ്പം ഉണ്ടാവുക. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് ഞാനിതൊരു ഒറ്റ ബോളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ നേരത്തെ കുഴച്ച ആ ഒരു പാത്രത്തിലേക്ക് തന്നെ തിരിച്ചു വെക്കാം. നമുക്ക് ഇനി ഇതൊന്ന് പൊങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് എണ്ണ നമുക്ക് പരട്ടി കൊടുക്കാം. അതിൻ്റെ മോൾ ഭാഗം ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ എണ്ണ പരട്ടി കൊടുക്കുന്നത്. എണ്ണ പരട്ടി ഇതിന് ശേഷം ഇതുപോലെ ഒരു ക്ലിം വെച്ചിട്ട് നമ്മളൊന്ന് കവർ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നനഞ്ഞ തുണി ഇതുപോലെ മേലെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മളിത് ഈ മാവിനെ ഡബിൾ സൈസ് ആവാൻ വേണ്ടി 2 മണിക്കൂറോളം നമ്മൾ വെക്കണം. ഇതിനുള്ളിൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഉപ്പിട്ട് വേവിച്ചിട്ട് എല്ലി ഒന്ന് മാറ്റി അതിൻ്റെ ഫ്ലഷ് മാത്രം ഇതുപോലെ പിച്ചെടുക്കുക. പിന്നെ സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുക്കണം. തക്കാളിയുടെ ഉള്ളിലെ വെള്ളത്തിൻ്റെ ആ ഭാഗമൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുക്കുക. ക്യാപ്സിക്കം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ടേബിൾ സ്പൂണോളം പാപ്രിക്ക പൗഡർ എടുക്കുക. പാപ്രിക്ക പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ഉപയോഗിച്ചാലും മതി. പിന്നെ വേണ്ടത് ഒറിഗാനോ ആണ്. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്തോളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ്. പിന്നെ മോസറല്ല ചീസും കുറച്ച് വേണം നമുക്ക്. ഇത്രയാണ് ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചിക്കൻ ഒന്ന് ശരിയാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. അതിലേക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ 2 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്താൽ മതിയിട്ട്. കൂടുതൽ എണ്ണ വേണ്ട നമുക്ക്. അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനൊന്ന് ഇട്ട് കൊടുത്തു. അതിലേക്ക് പാപ്രിക്ക പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇതെല്ലാതും കൂടി നന്നായി മിക്സായിട്ട് ഈ ചിക്കനൊന്ന് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് വരണം. ചിക്കൻ വെള്ളം വലിഞ്ഞ് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ, എന്നാലാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഈ ചിക്കനൊക്കെ ഒന്ന് നന്നായി ഇളക്കി വലിയിച്ചെടുക്കുകയാണ്. ചിക്കനൊക്കെ നന്നായിട്ട് വെള്ളം വലിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി. ഇനി ഈ സവാള മൊരിയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി നമുക്ക് തീ ഓഫാക്കിടാം. ഇനി ഇത് അവിടെ ഇരുന്നിട്ടൊന്ന് തണുക്കട്ടെ. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള മാവായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട്
ഒന്നും കൂടി നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കുഴക്കാം. ഇനി നമുക്കിതിനെ രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കാം. കാരണം നമുക്ക് 2 എണ്ണത്തിലാണ് നമുക്കിത് ആവശ്യമുള്ളത്. അതായത് 2 മാവാക്കിയാലാണ് നമുക്കിത് പരത്തി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എളുപ്പം. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് ഞാൻ മാറ്റി വെച്ചു, ഒന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ കൗണ്ടർ ടോപ്പിൽ എന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ കുറച്ച് പൊടി ആദ്യം ഒന്ന് വെതറി കൊടുക്കുക. അതിൻ്റെ മേലെ നമുക്ക് ഈ മാവ് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിയുടെ പരത്തുന്ന ആ ഒരു കോല് വെച്ചിട്ട് നന്നായി അങ്ങ് പരത്തിയെടുക്കുക. അതായത് നമ്മളൊരു കനം പറയുകയാണെങ്കിൽ വല്ലാതെ കനം കുറയ്ക്കാനും പാടില്ല, എന്നാൽ വലിയ കട്ടിയിലുള്ളതാവാനും പാടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കെച്ചപ്പ് ഇതുപോലെ അതിൻ്റെ മേലെ ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും കെച്ചപ്പ് പുരട്ടി കൊടുത്തു. അതിൻ്റെ മേലെ നമ്മൾ ശരിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കനും എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ എല്ലാ സൈഡുകളിലേക്കൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയുടെ പീസസ് ഇട്ട് കൊടുത്ത്, കൂടെ തന്നെ നമ്മുടെ ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഇടുന്നത് ഒറിഗാനോ, ഇതുപോലെ കൈവച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടാം. ഇനി നിങ്ങളുടെ അടുത്ത് ഒറിഗാനോ ഇല്ല, ഇന്ത്യൻ സ്റ്റൈലിൽ പീസ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഇന്ത്യൻ ഫ്ലേവറിലാവുന്നേ ഉള്ളൂ. ഇറ്റാലിയൻ ഫ്ലേവർ മാറിയിട്ട് ഇന്ത്യൻ ഫ്ലേവറിലാവും. ഇനി അതിൻ്റെ മേലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മോസറല്ല ചീസും കൂടിയിട്ട് ഇട്ട് കൊടുക്കും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ചെറാർ ചീസും കൂടി ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നതിൽ ഞാൻ മോസറല്ല ചീസ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മളിത് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരണം. ഇതിൻ്റെ സൈഡെത്തുമ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഉരുട്ടി നമ്മളൊരു വലിയൊരു നീളത്തിലുള്ള ഒരു മാവ് പോലെ ആക്കിയിട്ട് എടുക്കുക. അതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് നമുക്കൊന്ന് സീൽ ചെയ്യാം. ഞാൻ കൗണ്ടർ ടോപ്പിലിട്ട പൊടി ഇത്തിരി കുറവായിരുന്നു, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇതാക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട്. ഇനി നമ്മൾ ഈ നീളത്തിലുള്ള ഈ മാവിൽ നിന്ന് ഇതുപോലെ ഒരു 2 ഇഞ്ച് കനം വരുന്ന രീതിയിൽ പീസ് നമുക്ക് മുറിക്കണം. കുറച്ച് വീതിയിൽ മുറിക്കണം കേട്ടോ നമ്മൾ. അതേസമയം നിങ്ങൾ മൈദയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്ര വീതിയിൽ മുറിക്കണമെന്നില്ല, കാരണം കുറച്ചും കൂടി ബലം ഉണ്ടാവും നമ്മുടെ ആ മാവിന്. ഇനി ഇപ്പം നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള ഈ പീസുകൾ ഇതുപോലെ നമ്മൾ കുത്തി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ അതിനുള്ളിൽ ആ ഫില്ലിംഗ് എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു വീതിയിൽ നമുക്ക് എല്ലാതും ഇതുപോലെ മുറിച്ചെടുത്തിട്ട് നമുക്ക് വെക്കണം. നമ്മൾ മുറിച്ചെടുത്ത് കഴിയുമ്പോൾ അടിഭാഗം നമ്മളൊന്ന് ഒതുക്കി കൊടുക്കുക, മുൾഭാഗം ഇങ്ങനെ ഒന്ന് വിടർന്നിരിക്കുന്ന പോലെ ആവാം. ആ രീതിയിൽ നമുക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് കഷ്ണങ്ങൾ ഇതേപോലെ മുറിച്ചതാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ചീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഈ ഒരു സ്നാക്ക് കുട്ടികൾക്ക് ഇഷ്ടമാവും എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല, കാരണം ചീസും ചിക്കനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ ഫേവറേറ്റ് സ്നാക്കാവും ഇത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നത്. ഇതുപോലെ അടിയിൽ ഒരു ഫ്രൈ പാൻ വെച്ച് അതൊന്ന് ചൂടാവണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിൻ്റെ മേലെ വേറൊരു ഫ്രൈ പാൻ കയറ്റി വെക്കുക. അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ഇപ്പം നമ്മളിത് വെച്ച് കൊടുക്കണം, അതായത് ഈ 2 ചട്ടിയും ചൂടാവണം. അതിന് വേണ്ടി നമ്മളൊരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം ആദ്യം വെച്ച് കൊടുക്കേണ്ടത്. പിസ്സ സ്നാക്കിൻ്റെ മേലെ എഗ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലും ഒരു മുട്ടയും കൂടി ഞാൻ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. മുകളിലിരിക്കുന്ന ഫ്രൈ പാന് നന്നായി ചൂടായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം ഇതുപോലെ നമ്മുടെ പിസ്സ സ്നാക്സ് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ പാനിലേക്ക് നമുക്ക് നിരത്തി കൊടുക്കാം. ഫ്ലെയിം ലോ ആക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മുടെ പിസ്സ സ്നാക്സ് എല്ലാം വെച്ചു. അതിൻ്റെ മേലെ നമ്മൾ ആ എഗ് വാഷ് ഒന്ന് നടത്തുകയാണ്. അതായത് ആ മുട്ടയും പാലും കൂടി ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തു. ഇനി നമുക്കിത് അടച്ച് മൂടി വെച്ചിട്ട് വേണം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്.
35 മുതൽ 40 മിനിറ്റ് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കണം. പിന്നെ അതിൻ്റെ ടൈമിൽ ചിലപ്പോൾ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. കാരണം നമ്മൾ താഴത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ആ ലോ ഫ്ലെയിമിലേക്ക് ആക്കി സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ചൂടനുസരിച്ചിട്ടായിരിക്കും ഇതെടുക്കുന്നത്, ടൈം എടുക്കുന്നത്. ഇപ്പം എനിക്ക് 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇപ്പം നമ്മുടെ ഈ പിസ്സ സ്നാക്സ് എല്ലാം ശരിയായിട്ടുണ്ട്. അതാ ഇപ്പം നമുക്കത് അങ്ങോട്ടും കൂടി നീങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പിസ്സ സ്നാക്സ് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അതിൻ്റെ മേലെ കുറച്ച് സോസ് ഒഴിച്ച് കൊടുത്തു. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല സ്നാക്കായിട്ട് ഇത് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ ഉണ്ട്, പിസ്സയുണ്ട്. ഈ ഇഫ്താറിന് നമ്മൾ പൊരിച്ചെടുക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ സ്നാക്സ് നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.